ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാതെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് എനിക്കറിയാം പലരും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അതിന്റെ ബാലൻസ് ആയിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഇന്ന് മൊത്തം റൊമാൻറ്റിക് ആയിരുന്നു രേവതിയുടെ സച്ചിയുടെ. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ വെഡിങ് ആനിവേഴ്സറി വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. നമ്മുടെ സച്ചി ഓർത്തിരിക്കുന്ന ആ ഒരു ദിവസം നമ്മുടെ സുധി ഓടിപ്പോയ ദിവസമാണ്. അതെങ്ങനെ ഓർക്കാതിരിക്കും? സച്ചി ഓടിപ്പോയത് 50 ലക്ഷവും കൊണ്ടല്ലേ. തന്റെ അച്ഛന്റെ 50 ലക്ഷവും കൊണ്ട് ചോര തീരാക്കി 50 ലക്ഷവും കൊണ്ട് ഓടിപ്പോയ ആ ഒരു ദിവസം ഓർക്കും. പക്ഷെ അന്നാണ് തന്റെ കല്യാണം എന്ന് നമ്മുടെ സച്ചി മറന്നുപോയി. രേവതിയുടെ കയ്യിൽ നിന്ന് പൊത്തിരം കിട്ടി. മാത്രമല്ല, രേവതിനെ മയക്കാൻ നമ്മുടെ സച്ചിക്ക് അറിയാമല്ലോ. സച്ചി രേവതിനെ മയക്കി ചാക്കിലാക്കി ചെറിയൊരു റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി വലിയ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ ഒന്നും ആരും തീരുമാനിച്ചിട്ടില്ല. രവീന്ദ്രൻ പറഞ്ഞു എന്തെങ്കിലും കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് ആഘോഷിക്കുക എന്നതാണ് തീരുമാനം. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ അച്ഛമ്മ അതിന് സമ്മതിക്കുമോ? അച്ഛമ്മ ഇങ്ങ് വരികയാണ് കേട്ടോ വെഡിങ് ആനിവേഴ്സറി കൂടാനായിട്ട്. അച്ഛമ്മയ്ക്ക് രേവതിയുടെ സച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വേറെ എന്തും. അങ്ങനെ നമ്മുടെ അച്ഛമ്മ എത്തുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്മി എത്തുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി എത്തുന്ന കാര്യം ഞാൻ ഇന്നലത്തെ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് വന്നില്ലല്ലേ. നമ്മുടെ ലക്ഷ്മി വന്നു കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര ഓരോന്ന് ചെയ്യുന്നത് കാണണം കേട്ടോ. ചന്ദ്ര അങ്ങോട്ട് അയ്യോ, പിന്നെ പറയാനൊന്നുമില്ല. എപ്പൊ നമ്മുടെ ലക്ഷ്മി വന്നാലും എന്താ പറയാ, ഒരുമാതിരി ആക്ഷേപിച്ചാണല്ലോ വിടുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ്. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവർക്ക് വരാൻ എന്താ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടല്ലോ, അവരുടെ മകൾ ഇവിടെ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ ഞാൻ ഈ ഡയലോഗൊക്കെ കൂടുതൽ പറയാത്തത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ബോറായി പോവും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെ നമ്മുടെ രേവതിക്കും സച്ചിക്കും വേണ്ടി ഡ്രസ്സും കൊണ്ടൊക്കെ ആട്ടോ വന്നത്. വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് മക്കൾക്ക്, മരുമകനും മകൾക്കും കൂടെ ഡ്രസ്സ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ലക്ഷ്മി തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നാളെ ഇത് ഇച്ചിരി നീട്ടി കാണിക്കുമായിരിക്കും കേട്ടോ. കാരണം ഞാൻ ചുരുക്കി പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ടാണ്. ഇത് ഇച്ചിരി വിത്ത് ഡയലോഗ് സഹിതം കുറച്ചേറെ ഉണ്ട് ഈ ഭാഗം. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കിടന്ന് തുള്ളുന്നതും പിന്നെ ചീല കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ ആർക്കും ചീല ഇല്ലാതെ ഇരിക്കുമല്ലേ, കീറ്റ ചീലയായിട്ട് വന്നേക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയോട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളെ നിന്റെ അച്ഛൻ ജയിലിലാണെന്ന് അറിഞ്ഞല്ലോ, എങ്ങനെയാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാറായോ എന്നൊക്കെ. അപ്പൊ രേവതി പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ ലക്ഷ്മി ഇതൊക്കെ അറിഞ്ഞത്. അതങ്ങോട്ട് ക്ഷീണമായി പോയി നമ്മുടെ ശ്രുതിക്ക്. അയ്യോ, ലക്ഷ്മി പോയതും എന്ത് പരിപാടിയാ രേവതി നീ കാണിച്ചത്. നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ, പ്രത്യേകിച്ച് എന്റെ കാര്യം എന്തിനാ നിന്റെ വീട്ടിൽ പോയി വിളമ്പുന്നത്? അപ്പൊ നിനക്ക് ഇതാണല്ലേ പരിപാടി, ഇവിടെ ഉള്ളതെല്ലാം അവിടെ കൊണ്ട് കൊടുക്കുക, ഇതത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. അതിന്റെ കൂടെ നമ്മുടെ ചന്ദ്രയുണ്ടല്ലോ, പിന്നെ പറയാനുണ്ടോ? ശ്രുതിക്ക് ക്ഷീണമായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് നീ എന്ത് സംസാരമാണ് നീ സംസാരിക്കുന്നത് രേവതി, നീ എല്ലാ കാര്യവും വിളിച്ച് നിന്റെ വീട്ടിൽ അറിയിക്കുകയല്ലേ, ഇവിടെ നടക്കുന്ന കാര്യം ഇവിടെ അറിഞ്ഞാൽ മതി. ഹോ, നീ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാ? നീ എന്തിനാ ശ്രുതിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? വലിയൊരു പതിവ്രത വന്നിരിക്കുന്നു, അവള് മാത്രമേ ഉള്ളൂ എല്ലാം തികഞ്ഞത്. എടി നീയേ നിലത്ത് നിൽക്കും, നിലത്ത് ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും, നീ കുറെ കൊള്ളും. ഒരു പൂക്കച്ചവടം എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങുന്നത് നീ പൂവിക്കാനല്ലല്ലേ, പരദൂഷണം പറഞ്ഞ് പരത്താനാണെന്ന് എനിക്ക് ഇപ്പോഴടി മനസ്സിലായത്. അതെ രവിയേട്ടാ, ഇവള് കാണിക്കുന്ന പരിപാടിയൊക്കെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ എന്താ ചന്ദ്ര, അവള് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇത്ര തെറ്റ്? അവള് വേറെ ആരോടും അല്ലല്ലോ, അവളുടെ അമ്മയോടല്ലേ ചെന്ന് പറഞ്ഞത്. അവളുടെ അമ്മ എന്ന് പറയുമ്പോ നമ്മുടെ കുടുംബത്തിലുള്ളതല്ലേ. ചി നിർത്ത് രവിയേട്ടാ, അവളുടെ കുടുംബം എങ്ങനെ നമ്മുടെ കുടുംബത്തിലാകും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന കുടുംബത്തെയും നമ്മുടെ കുടുംബത്തെയും തമ്മിൽ താരതമ്യം ചെയ്യരുതേ. നമ്മുടെ വീടിന്റെ മുറ്റത്ത് പോലും കയറ്റാൻ കൊള്ളത്തില്ലാത്തതാ ഇവളുടെ അമ്മേനെ, ഇവളുടെ വീട്ടുകാരെ ഇവിടെ നിന്നും. പിന്നെ യാദർശിക വെച്ചാല് നിങ്ങള് വിളിച്ചോണ്ട് വന്ന് ഇവളെ സച്ചിക്ക് വിവാഹം ആലോചിച്ചു. അല്ല, സച്ചിക്കല്ലല്ലോ വിവാഹം ആലോചിച്ചത്, ശ്രുതിക്കല്ലേ വിവാഹം ആലോചിച്ചത് എന്ന് പെട്ടെന്ന്
നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചപ്പം ആ കാര്യമൊന്നും ഇപ്പൊ ഇവിടെ എടുത്തിരണ്ട, ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഇതിന് ആ കാര്യം പറയുന്നത് അല്ല, നിന്റെ മോനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് നോവുന്നുണ്ടല്ലേ, നിന്റെ മോൻ ഓടിപ്പോയതാണ്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് നോവുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ രേവതിയുടെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അവക്കും വേദനയുണ്ടേ. അതുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുമൊന്നും വേണ്ട. ഇനി അവൾ എന്തെങ്കിലുമൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കുടുംബത്തിൽ അവളുടെ അമ്മയോടാ ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് വേറെ ഇങ്ങോട്ടും ആരോടും പറയില്ലെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. രേവതിനെ വളർത്തിയത് ലക്ഷ്മിയാണല്ലോ. ഇത്രയും നല്ല ഗുണമുള്ള ഒരു പെണ്ണിനെ വളർത്തിയെടുത്തത് ലക്ഷ്മിയാണെങ്കിൽ ആ സ്വഭാവം തന്നെയാണല്ലോ ലക്ഷ്മിക്ക് ഉള്ളത്. അപ്പൊ കൂടുതലൊന്നും പറയണ്ട ചന്ദ്രയെന്ന് പറഞ്ഞ് ചന്ദ്രയുടെ വായ അങ്ങോട്ട് അടപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സീനും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ശേഷമാണ് നമ്മുടെ അച്ചമ്മ വരുന്നത്. അച്ചമ്മ വരുന്നത് വലിയൊരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ അച്ചമ്മ കയറി വന്ന് മക്കളേന്നും പറഞ്ഞ് സച്ചി മോനെ രവി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ചന്ദ്ര കാണുന്ന കാഴ്ച അച്ചമ്മ വന്നിങ്ങനെ നിൽക്കുക. അച്ചമ്മ വന്നാൽ പിന്നെ അറിയാലോ, നമ്മുടെ ചന്ദ്രോദയത്തെ ചന്ദ്രയുടെ ആ ഒരു കലാപരിപാടിയൊക്കെ അങ്ങ് നിൽക്കും. പിന്നെ അവിടുത്തെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ അച്ചമ്മയുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ അച്ചമ്മേനെ കണ്ടത് ഒരൊറ്റ ഞെട്ടായിരുന്നു കേട്ടോ. അയ്യോ ഇതാരാ വന്നിരിക്കുന്നത്, അച്ചമ്മയോ എന്നും പറഞ്ഞ് സച്ചിയും രവീന്ദ്രനൊക്കെ ഇങ്ങ് വന്നു. അങ്ങനെ രവീന്ദ്രനെ എടാ മോനെ എടാ എങ്ങനെ ഉണ്ടടാന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ കെട്ടിയൊക്കെ പിടിക്കുന്നു. അപ്പൊ ശ്രുതി വന്നു, വർഷ വന്നു, ശ്രീകാന്ത് വന്നു. അങ്ങനെ എല്ലാവരോടും വിശേഷമൊക്കെ തിരക്കുന്നു. അങ്ങനെ സർപ്രൈസ് ആയിട്ട് വന്നത് വേറെ ഒന്നുമല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞപ്പം അപ്പൊ അച്ചമ്മേനെ രേവതി വിളിച്ചെല്ലാം പറഞ്ഞോ? ഇല്ല, ഞാന് അച്ഛമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല സച്ചേട്ടാ. പിന്നെ എന്നെ വിളിച്ചെല്ലാം പറഞ്ഞിട്ട് വേണ്ടേ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എനിക്കറിയാനായിട്ട്? എനിക്ക് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്തെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ അച്ചമ്മ വന്നത്. മോളെ രേവതി നീ ഇങ്ങ് വന്നേ. നീ അങ്ങ് വാടി തളർന്നു പോയല്ലോ. ഇവിടെ പണി കൂടുതലുണ്ടോ, ജോലി കൂടുതലുണ്ടോ? ജോലി കൂടുതലും പണി കൂടുതലും ഒന്നും അല്ല അച്ചമ്മേ. ഞാന് ഇപ്പൊ പൂവൊക്കെ വിൽക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെതായ ഒരു ജോലി കൂടുതലുണ്ടല്ലോ. അപ്പം പൂവിക്കാൻ പോകലും ഇവിടത്തെ വീട്ടുജോലിയും എല്ലാം മോളെ കൊണ്ട് ഒറ്റയ്ക്കായിരിക്കും ഇവിടത്തെ അമ്മായിയമ്മ ചെയ്യിപ്പിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ അവൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എല്ലാവർക്കും ഇഷ്ടം. രവിയേട്ടനാണെങ്കിലും സച്ചിക്കാണെങ്കിലും ആർക്കാണെങ്കിലും അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ ഇഷ്ടം. പിന്നെ ഞാൻ എന്തുണ്ടാക്കാനാ വെച്ചുണ്ടാക്കാന്? അയ്യോ കാരണം നോക്കിയിരിക്കായിരുന്നല്ലോ ചന്ദ്രേ നീ. എന്റെ പൊന്ന് ചന്ദ്രേ, നിന്നെ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ. നിന്നെ കാണാൻ തുടങ്ങിയിട്ട് 10-34 കൊല്ലമായി എന്റെ പൊന്ന് ചന്ദ്രേ. നീയേ ഇങ്ങനെയൊന്നും എന്നോട് പറയരുതേ. പണി ചെയ്യാൻ ആവേശമുള്ളൊരു മരുമോള്. എടി ചന്ദ്രേ, നീ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് ഒരു കറിയിലിട്ട് നീ ഇളക്കിയിട്ടുണ്ടോടി? ഇല്ലല്ലോ. അതും പോരാഞ്ഞിട്ട് എന്റെ മോനെയും വിളിച്ചോണ്ട് അപ്പൊ തന്നെ അവൾ ഇറങ്ങിപ്പോയി. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അല്ല ഇവരങ്ങനെയൊന്നും അല്ലല്ലോ. ഏതായാലും നിങ്ങൾ 3 മരുമക്കളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇവക്ക് വേണ്ടത് വേറൊന്നും അല്ലായിരുന്നു. നിങ്ങൾ എല്ലാവരും 3 സ്ഥലത്തായിട്ട് താമസിക്കണമായിരുന്നു. അതായിരുന്നു ഇവക്ക് വേണ്ടത്. പിന്നെ എന്റെ മക്കള് കൊള്ളാവുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അല്ല ഇന്ന് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കണത് രേവതി? അത് പിന്നെ ഇന്ന് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അച്ചമ്മേ. എങ്കിലേ മക്കളൊരു കാര്യം ചെയ്യണം. ഇന്ന് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഇന്ന് ഇവിടത്തെ ഡ്യൂട്ടി, കിച്ചണിലെ ഡ്യൂട്ടി ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ മരുമകൾക്കാ. അതെ ചന്ദ്രേ, ഇവിടെ എല്ലാവർക്കും രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനല്ലേ ഇഷ്ടം. ഇന്ന് എന്റെ മരുമകളുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എനിക്ക് കഴിക്കേണ്ടത്. ഒത്തിരി നാളായി ചന്ദ്രേ. അതുകൊണ്ട് ഇന്ന് എല്ലാ സംഭവങ്ങളും നീ തന്നെ ഉണ്ടാക്കണം. അതും രേവതിക്കും സച്ചിക്കും ഇഷ്ടപ്പെട്ടതായിരിക്കണം നീ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയാണെങ്കിൽ ഒന്ന് ചിരിക്കാണ് കേട്ടോ. ശ്രുതിക്കല്ല വർഷയ്ക്കും ഒക്കെ ചിരി വരുന്നുണ്ട്. എന്റെ അച്ഛമ്മ എന്റെ പൊന്നുമക്കൾ ഇങ്ങ് വന്നേ എന്നൊക്കെ പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ടൊക്കെ രേവതിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് അകത്ത് പോവുക. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ ഈശ്വര, ഈ മുതുക്കി തള്ള ഇനി എന്നാണോ ഇവിടെ നിന്ന് പോകുന്നത്? അന്ന് വരെ ഞാൻ അടുക്കളയിൽ കയറി തൊലയണമല്ലോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പം ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ അമ്മയ്ക്ക് എന്താ ആന്റിക്ക് എന്താ പറ്റിയത്? ആന്റിയുടെ മുഖത്ത് ഒരു പ്രസാദം ഇല്ലല്ലോ, എന്തോ ഒരു ക്ഷീണം പോലെ, തലവേദന വല്ലതും ഉണ്ടോ? തലവേദന വന്ന് കേറിയില്ലേ, പിന്നെ എങ്ങനെ തലവേദന എടുക്കാതിരിക്കും? മുകാലത്തിൽ തള്ള ഇനി പോകുന്നവരെ എന്റെ പൊന്നോ ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും എന്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ, എടി ചന്ദ്രേ നീ ഇങ്ങോട്ട് വന്നെടി, അവിടെ എന്നെ അടുക്കുവടി എന്ന് ചോദിച്ചു. ഇവിടെ നിന്ന് എണീറ്റൊരു ഒറ്റ ഓട്ടാണ് കേട്ടോ. 100 വിട്ടടിച്ചാ നമ്മുടെ അച്ചമ്മയല്ല ചന്ദ്ര പോകുന്നത്. അത്രയ്ക്ക് പേടിയാണ് അമ്മായിയമ്മേനെ.
അതായത് നമ്മുടെ അച്ഛമ്മേനെ അത്രയ്ക്ക് പേടിയാണ് ചന്ദ്രയ്ക്ക്. ആകെ ഒരേ ഒരു വ്യക്തിനെ പേടിയുള്ളൂ കേട്ടോ ഈ ചന്ദ്രയ്ക്ക്, അത് അച്ഛമ്മേനെ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ, അയ്യോ ഇതെന്താ അമ്മ ഇത്ര സ്പീഡിൽ ഓടിയത്? അതെ, നീ വിചാരിക്കുന്ന പോലെ അല്ല ശ്രുതി കാര്യങ്ങള്. എന്റെ അച്ഛമ്മേ ആളൊരു കില്ലാടിയാ. ദേ ചന്ദ്രമതി എന്റെ അച്ഛമ്മയുടെ മുമ്പിൽ മുട്ട് രണ്ടും കൂട്ടി മുട്ടി നിൽക്കും. അങ്ങനെയാ എന്റെ അച്ഛമ്മ. പാവം അമ്മ. ഇന്നിനി അടുക്കള മൊത്തം അമ്മയായിരിക്കും, എല്ലാ ജോലിയും അമ്മ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് കയറി പോയിട്ടോ. ഏതായാലും ശ്രുതി ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. ശ്രുതിയുടെ ഉള്ളില് ചന്ദ്രയോട് വലിയ സ്നേഹമൊന്നും ഇല്ലല്ലോ, ദേഷ്യവും വൈരാഗ്യവും വിരോധവും ഒക്കെ തന്നെയാണ്. ചന്ദ്രയുടെ തനി സ്വഭാവം അറിയാം, പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ശ്രുതിയെ സ്നേഹിക്കുന്നത് ചന്ദ്ര എന്നും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതിക്കും ആ ഒരു ദേഷ്യമൊക്കെ കാണുമല്ലോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ അച്ഛമ്മ പറഞ്ഞത്, അതെ ഒരു കാര്യം ചെയ്തേ സച്ചി, ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ദിവസമല്ലേ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ദേ രേവതിയുടെ വീട്ടിലേക്ക് രണ്ടുപേരും കൂടെ പോകണം. അപ്പം പറഞ്ഞു, അയ്യോ വേണ്ട അച്ഛമ്മേ, അങ്ങോട്ടേക്ക് പോകാന്. അതെന്താ അങ്ങോട്ടേക്ക് പോയാല്? അത് നിന്റെ കൂടെ വീടല്ലേടാ. രേവതിയുടെ വീടെന്ന് പറഞ്ഞാൽ അവര് നിങ്ങൾ ചെല്ലുന്നതൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കില്ലേ. മാത്രമല്ല രേവതി മോള് പറഞ്ഞു അവിടുന്ന് ഡ്രസ്സൊക്കെ കൊണ്ട് തന്നെന്ന്, അതൊക്കെ ഇട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പോകാനായിട്ടെന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെയും സച്ചിനെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനുള്ള തത്രപ്പാടിലും അടുക്കളയിലേക്ക് കിച്ചൺ ഡ്യൂട്ടിക്കായിട്ട് നമ്മുടെ ചന്ദ്രനെ പറഞ്ഞു വിടാനുള്ള തത്രപ്പാടിലുമാണ് നമ്മുടെ അച്ഛമ്മ. ഇനിയിപ്പം കുറച്ച് ദിവസത്തേന് നമ്മുടെ ചന്ദ്രയ്ക്ക് പുകില് തന്നെയാണ്, സച്ചിക്കും രേവതിക്കും സുഖം സുഖകരം ശാന്തം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ടടാ, ശ്രുതി എങ്ങനെയായടാ കാര്യങ്ങളൊക്കെ? അല്ല നിനക്ക് ഇപ്പോഴും ജോലിയും കൂലിയും വേലയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ശ്രുതി, അത് പിന്നെ ഞാൻ വലിയ ബിസിനസ്മാൻ ആയല്ലോ അച്ഛമ്മ. ബിസിനസ്മാന്? എന്ത് ബിസിനസ്? അതെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെയുള്ള കടയായിപ്പോ എനിക്ക്. കടയോ? അപ്പൊ അത് തുടങ്ങിയോ? അല്ല തുടങ്ങിയില്ല, തുടങ്ങാൻ പോവുക. കടയെ മേടിക്കാൻ പോവുക, ഉടനെ തന്നെ മേടിക്കും. ആണോ ഞാൻ ഈ കേൾക്കുന്നൊക്കെ സത്യമാണോ ശ്രുതി മോളെ? അപ്പൊ ചന്ദ്ര പറഞ്ഞു, സത്യമാ സത്യം. അതേ എന്റെ മോനെ എല്ലാവരും കൂടെ തഴഞ്ഞിട്ടേക്കല്ലായിരുന്നോ, അവന് ജോലിയില്ല കൂലിയില്ല വേലയില്ലാന്ന്. എന്റെ മോനായിരിക്കും ഇനി ഇവിടെ കോടികൾ സമ്പാദിക്കാൻ പോകുന്നത്. കണ്ടോ എല്ലാവരും കണ്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, നിലത്ത് നിക്ക് ചന്ദ്രേ, നീ ആദ്യം അവനാ ബിസിനസ് ഒന്ന് തുടങ്ങട്ടെ, എന്നിട്ട് പോരെ നിന്റെ ഈ വെൽഡപ്പൊക്കെ. നീ എന്തിനാ ഇപ്പോഴേ അങ്ങോട്ട് പൊക്കി എടുത്ത് നിന്റെ മോനെ വെക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് നമ്മുടെ അച്ഛമ്മ ഒന്ന് ആക്കിയും പറഞ്ഞു കേട്ടോ. ഏതായാലും ശ്രുതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ്. ശ്രുതിക്ക് അത്രയും നിലയും വിലയും എല്ലാവരുടെയും മുമ്പിലുള്ളൂ എന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഏതായാലും നമ്മുടെ സച്ചി രേവതിയും കൂടെ ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് സന്തോഷവും സമാധാനവും കാണും കേട്ടോ രേവതിക്ക്. വീട്ടിലെ പണിയൊന്നും ചെയ്യേണ്ട, അച്ഛമ്മ വന്നതോടുകൂടി കുറച്ച് ദിവസമെങ്കിലും ആശ്വാസമുണ്ട്. അപ്പൊ അച്ഛമ്മ വന്നത് പ്രമാണിച്ച് ഇനിയും കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ രേവതിക്ക് വേണ്ടി ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെയാണ് സച്ചി ഒരുക്കി വെച്ചിരിക്കുന്നത്. സച്ചി മാത്രമല്ല അച്ഛമ്മയൊക്കെ നമ്മുടെ രേവതിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ഞാൻ പറയാൻ എനിക്ക് വേറെ ഒന്നും കാണത്തില്ല. കഥ ഇന്ന് കണ്ടില്ല, ഒരു റൊമാൻസ് സീനും കൊണ്ട് കഥ ഇന്ന് തീരുക ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ 2 ദിവസത്തേക്ക് ആയി പോവാന്നേ. ഞാൻ ഇടുമ്പോൾ ഇനിയിപ്പോ നാളെ എനിക്ക് ഉച്ചയ്ക്ക് വന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ കഥ ചിലപ്പം കാണത്തില്ല. കഥ പറയണമെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞുള്ളത് പറയണം. അപ്പൊ നിങ്ങൾ കാണുമ്പോഴും ആ ഒരു ഡിഫറൻസ് ഒത്തിരി ലെങ്ത് ആയി പോവുകയല്ലേ. ഞാൻ പറയുന്ന ഒത്തിരി ഫ്രണ്ടിലേക്കായി പോവും, കാണുന്നത് കുറച്ച് കുറവുമായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇതുമായിട്ട് ചിലപ്പോൾ യാതൊരു ബന്ധവും കാണത്തുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരും. അപ്പം അതുകൊണ്ടാട്ടോ നീട്ടി കുറിക്കൊന്നും പറയാത്തത്. അപ്പം ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനിയിപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. പിന്നെ നമ്മുടെ അലീനയുടെ കഥ കേട്ടോ, നമ്മുടെ പുതിയ അലീനയുടെ കഥ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ റിയൽ സ്റ്റോറിക്കകത്താണ് ഇരുന്നത്. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ പൊക്കോളൂ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മുടെ ചാനൽ. നമ്മൾ ഫുൾ വിശേഷവും അതുപോലെ തന്നെ നമ്മുടെ പ്രമോ വിശേഷവും അലീനയുടെ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കയറി കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ അടിച്ചിട്ട് പോകണം. അപ്പൊ ടാറ്റാ ബൈ ബൈ.